അഭിജിത്ത് പണിയിലാണോ? ആടാ കുറച്ച് പണിയില്ല. നിങ്ങൾ പുതിയ ഏറുമാടൊക്കെ ഉണ്ടാക്കിയല്ലോ, ഇതെങ്ങനെ ഏറുമാടം ഉണ്ടാക്കിയത്? ഏറുമാടൊക്കെ കണ്ടോ നീ? നിങ്ങൾ കുറെ ആയാലും ഇങ്ങോട്ട് കണ്ടിട്ട് ഇപ്പൊ എന്താ പരിപാടി? പരിപാടി ഒന്നുമില്ല. നിങ്ങൾ ഏറുമാടം എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറ. ഏർമാടത്തിന്റെ അല്ല അടക്കട്ടവനെ ഇതൊന്ന് ചെയ്ത് കൊടുത്തില്ലേ ഒരേന്നതിന് കേൾക്കുക. ഇന്ന് സ്കൂളില്ലാത്തതിനെ കൊണ്ട് ഞാൻ ഉമ്മാനോട് പറഞ്ഞു ഇന്ന് കാടൊക്കെ വെട്ടി ഇതായി തരുമെന്ന്. ഫുള്ള് രാത്രി അന്നേരം കൊതുവിന്റെ ശല്യാടാ. ഇതാടാ സാധനം ഇതാ ഏർമാടം. ഇതാണല്ലോ ഏറുമാടം? യെസ്, ഇതാണ് ഏർമാടം. ഇത് കുറെ ആൾക്കാർ വന്നു നോക്കലുണ്ട്. നീ ചോദിക്കും എത്ര ഉറുപ്പ്യായിരുന്നു പറഞ്ഞാലിട്ട് വിശ്വസിക്കില്ല ചേച്ചാള്. ഏകദേശം എത്രയായി? വലിയ റേറ്റ് ഒന്നും അയക്കില്ലടാ. ഇവിടെ ആദ്യം ഒരു ചങ്ങായി വന്നു നോക്കിയിരുന്നു. വന്നു നോക്കി ചങ്ങായി പറഞ്ഞു വെച്ചാല് ഞാൻ അന്നേരം വരച്ചൊക്കെ കൊടുത്തരുമ്പോൾ പറഞ്ഞ് 19,000 റുപ്യന്റെ ഇതൊക്കെ ആവുന്നായിരുന്നു. പക്ഷെ എനക്ക് അത്ര ഒന്നും അയക്കില്ല. ഞാനിത് ആദ്യം ഉണ്ടാക്കിക്ക്. ഈ സാധനം ഇല്ലേ ഊഞ്ഞാല ഞാൻ ആദ്യം ഉണ്ടാക്കിക്ക്. ശാന്തി സ്കൂളിലെ സമയത്ത് തന്നെ വലിയ സ്റ്റോറിയാ. പറഞ്ഞാൽ വലിയ സ്റ്റോറി ഇപ്പോൾ അവന് പോട്ടെ. ആടുന്ന് ഈ സാധനം ഉണ്ടാക്കി. പിന്നെ ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ണാച്ചി പിടിയാ നിർത്ത സാധനം. എന്നിട്ട് എന്താക്കിയെന്ന് വെച്ചാൽ നമ്മളെ നൗഫലിനെ വിളിച്ച് അണ്ണാച്ചി പീടിയെന്ന് 4,800 റുപ്യൊക്കെ തന്നെ ഞാൻ സാധനം വാങ്ങിയത്. പിന്നെ ഇത് നമ്മൾ അലങ്കാർന്ന് വാങ്ങിയതാ. ഷീറ്റ് അലങ്കാർന്ന് വാങ്ങി. പിന്നെ ഇതൊക്കെ മുകളത്തെ ഷീറ്റ് കണ്ടില്ലേ, അതിന് 3,000 റുപ്യേൻ്റെ അടുത്തല്ലോ ഈ. എന്തായാലും ഇപ്പോൾ ഓൻ പറഞ്ഞതിന് 80,000 റുപ്യേൻ്റെ അടുത്ത് നയിക്കില്ല. എനിക്ക് ചിലവായത് വെറും 17,000 റുപ്യ. അത് ഞാൻ ഫുള്ളായിട്ട് ഒരുമിച്ചെടുത്ത പണിയൊന്നുമല്ല. സ്കൂളിൽ നിന്ന് സാലറി കിട്ടും. അങ്ങനെ ഈ ഷീറ്റിൻ്റെ എല്ലാം എത്ര അടർന്നു. അത് കഴിഞ്ഞതിന് ശേഷം എന്തെന്നാ ഇവിടെ പണിയെടുത്തത്. എത്ര ദിവസം ചെലവാക്കി പണിയോ? പണി ഈ കാലൊക്കെ കുഴിച്ചിടാൻ ഒരു ദിവസം കുഴിച്ചിട്ട് പോയതവന് ഉറക്കേണ്ടിട്ട്. ഈ കാല് മാത്രം അഡീഷണൽ വന്നിക്കുള്ളൂ. ബാക്കിയൊക്കെ 1.5 ദിവസം എന്നാൽ 2 ദിവസം കൊണ്ട് പണിയെടുത്തേക്കുവന്. ഇതൊരു ദിവസം ഞങ്ങൾ കുഴിച്ചിട്ട് വെൽഡ് ചെയ്ത് കട്ട് ചെയ്ത് ഒക്കെ ചെയ്ത്. കൂലി എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഉറുപ്പ്യ ചെലവഴിക്കില്ല കേട്ടോ. പിന്നെ ഒന്നില്ല. ഈ വയറുണ്ടോ നീ? ഇതുവരെ നമ്മള് ആടെ നിന്ന് അടിച്ചു പറ്റി കൊണ്ടുവന്ന് സ്വിച്ച് ബോർഡ് ബൾബ് ഞാൻ വാങ്ങി കേട്ടോ. അത് കമ്പനി പുറക്കാറുള്ള അംജിത്ത് ഉണ്ട്, ഓന്റെ വീട്ടിൽ നിന്ന് ചോദിച്ചിട്ട് വാങ്ങിക്കൊണ്ടുവന്നു. ഇനിയിപ്പോ ഈ ചെടിയൊക്കെ എന്താക്കണോ, ചെടിയൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് വെക്കണം. കുറെ പണിയുണ്ടടാ. പക്ഷെ ഇപ്പൊ പൈസ ഇല്ല. സാമ്പത്തിക നെഹിഹെ. കുറച്ച് കടമൊക്കെ ഉണ്ട്. നമ്മൾ കുറെ ആൾക്ക് പൈസ ഒക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സെറ്റാക്കണം. ഇവിടെ എൻ്റെ ഒരു ചങ്ങായി പറഞ്ഞു ഇത് കണ്ടിട്ട് റിഷാൻ്റെ ഒരു എൻ്റെ പങ്ങളെ മോനിട്ടാൻ ഇന്റർലോക്കിൻ്റെ പണിക്ക് വന്നിട്ടുണ്ട്. ഓനൊരു ദിവസം രാത്രി വന്നിട്ട് പറഞ്ഞ് എടാ ഞാൻ വെറുതെ ഇട്ടരാടാ ഇന്റർലോക്ക്, ഫുഡ് മാത്രം തന്നാൽ മതി. ഞാൻ ചോദിച്ചത് എന്തിനാ? അല്ലടാ അവിടെ നല്ല രസമുണ്ട് വന്നിരിക്കാൻ, നമ്മൾ രാത്രി ഇരിക്കാന്ന്. ഞാൻ പറഞ്ഞു നീ വന്നിരുന്നോ, ഇന്റർലോക്കർ ഉണ്ടാവാന്ന്. ഇനിയിപ്പോൾ ആൾക്കാരൊക്കെ കണ്ടാൽ വിചാരിക്കും ഞാൻ ഭയങ്കര സംഭവമാണ്, ഭയങ്കര പൈസ ഇനിങ്ങനെ ചിലവാക്കുന്നതൊക്കെ വിചാരിച്ചിട്ട് ഇതാക്കി. പിന്നെ ഇത് മാത്രമേ ഉള്ളൂ, ഈ കാർഡ് ഇതാക്കി. പിന്നെ വേറെ ഒന്നുമില്ല. ഇനി അവിടെ നിന്ന് കിട്ടുന്ന നേരം പതുക്കെ എടുക്കണം. ഈ ചെടി എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഇടണം. ചെടി ഉമ്മയാ നനയ്ക്കലും, ഞാൻ നനയ്ക്കയില്ല. ഉമ്മക്ക് ഇഷ്ടമുള്ള സമയത്ത് ഉമ്മ നനയ്ക്കുന്ന വിചാരിക്കണം, നമ്മൾ ഡെയിലി നനയ്ക്കും. പിന്നെന്താ ഉള്ളത്? പിന്നെ വേറെ ഒന്നുമില്ലടാ. ഇതൊക്കെ ഞാൻ ആടുന്നും ഇവിടുന്നൊക്കെ ഇതാക്കിയതാ. ഞങ്ങൾക്ക് കുപ്പിയിൽ ചെടി നനയ്ക്കുന്ന ഒരു ഭ്രാന്തൊക്കെ ഉണ്ട്. കുപ്പിയിൽ ചെടിയാക്കിയിട്ട് ഇങ്ങനെ സംഭവമാക്കുക, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷം വേറെ ഒന്നുമില്ല. പിന്നെ അത് ഷെഫീഖിന് അറിയില്ല എനിക്ക്, നമ്മൾ 20-ാം മനസ്സിൽ റിഗാസിന്റെ ഓനക്ക് എനക്കും ഉണ്ടായിരുന്നു ഭ്രാന്ത്. പിന്നെ അറിയില്ല. പിന്നെ നമ്മളെ ഷെബൂട്ടനില്ലേ, ഓനൊരു ഭ്രാന്തും ഇല്ല. ഓനൊരു പൊട്ടനായിട്ട് തന്നെ നടക്കുക. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോഫലിനെ വിളിക്കുക, നോഫലിനോട് പറയുക വേറെ എന്താക്കി തരൂ, സാധനം എത്ര ഉറുപ്പ്യാന്നാവും. പിന്നെ ചിലവൊക്കെ കുറവായിക്കടാ. ചിലവ് ഓൻ പറഞ്ഞു തരും. ക്വാളിറ്റി ഉള്ള സാധനമാണോ ക്വാളിറ്റി ഇല്ലാത്ത സാധനമോ. നമുക്ക് ക്വാളിറ്റി വേണ്ടി വെച്ചുകൊണ്ട് വേണം എങ്ങനെ ആയി തരും. അല്ലെങ്കിൽ പയ്യുള്ളിയുള്ള നമ്മളെ കമ്പനിക്കാരനാ, നമ്പർ എനിക്കാൻ തരുന്നുണ്ട്. ഞാൻ അതിൽ വിളിച്ചാൽ മതി. പിന്നെ എല്ലാം പക്കായിട്ട് അടിപൊളിയായിട്ട് തരും. ഇത്ര സൂപ്പർ ആക്കിയിട്ട് മൂപ്പർ പോകും. 2 ദിവസത്തെ പണിയേ ഉള്ളൂ. 2 ദിവസത്തെ പണി. ഇത്ര കൊണ്ട് മൂപ്പർ എല്ലാം ശരിയായി തരും. ഇനി എന്തായാലും അവനെ വിളിച്ചാൽ മതി, ഞാൻ നമ്പർ തരുന്നുണ്ട്. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? എൻ്റെ അവനെ രാവിലെ തുടങ്ങി ക്ലീൻ ചെയ്യാൻ കഴിഞ്ഞില്ല.